ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്മുടെ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ എങ്ങനെ പഠിപ്പിക്കാം, നമുക്ക് എങ്ങനെ പഠിപ്പിക്കാൻ സാധിക്കും എന്നതുകൂടെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. കാരണം നമ്മളൊരു കാര്യം പറയാൻ പഠിക്കുന്നു, അത് നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യമുണ്ട്, എന്നാ വിദ്യാധനം ത്തിനൊരു പ്രത്യേകതയുള്ളതാണ്. എന്നാ കൊടുക്കും തോറും ഏറുന്ന ഒരു ധനമാണ് വിദ്യാധനം, അല്ലേ? അതുകൊണ്ട് നമുക്കൊന്ന് ഒരു കാര്യം ചെയ്യാം. നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നമുക്ക് സ്വയം അതിനെ മാറ്റിയെടുത്ത് നമ്മളെ തന്നെ പഠിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, കമോൺ. ഐ ഹാവ് നത്തിങ് ടു സേ. ഐ ഹാവ് നത്തിങ് ടു സേ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയുവാനില്ല. ഇത് കുറച്ച് സെന്റൻസുകളുണ്ട്, ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഹി ഹാസ് നത്തിങ് മോർ ടു സേ. അവന് കൂടുതലൊന്നും പറയാനില്ല. ഇവിടെ എനിക്കൊന്നും പറയാനില്ല, അവന് കൂടുതലൊന്നും പറയാനില്ല. അതിന് വന്നൊരു വാക്കാണ് മോർ. ഹി ഹാസ് നത്തിങ് മോർ ടു സേ. അവന് കൂടുതലൊന്നും പറയാനില്ല. യു ഹാവ് നത്തിങ് ടു വറി. യു ഹാവ് നത്തിങ് ടു വറി എന്ന് പറഞ്ഞാൽ താങ്കൾ ബുദ്ധിമുട്ടേണ്ടതില്ല. ഈ 3 സെന്റൻസുകൾ നമ്മൾ കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. ഇത് നിങ്ങളുടെ മനസ്സിലൊന്ന് നിങ്ങൾ വെച്ചിട്ട് നിങ്ങളൊന്ന് നോക്കിയേ. ഈ വെർബുകളൊന്ന് മനസ്സിൽ ഓർക്കണം. റീഡ്, റൈറ്റ്, സ്റ്റഡി, ബൈ, സെൽ. ഇത്രയും ഈ വെർബുകൾ നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഐ ഹാവ് നത്തിങ് ടു സേയുടെ സ്ഥാനത്ത് ഐ ഹാവ് നത്തിങ് ടു റീഡ്. എനിക്ക് ഒന്നും വായിക്കുവാനില്ല. കുട്ടികളെല്ലാം വന്ന് പറഞ്ഞ് എനിക്കൊന്നും വായിക്കാനില്ലേടാന്ന് അല്ലേ ഇല്ലേടിന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാണ് എനിക്കൊന്നും വായിക്കാനില്ല. ഐ ഹാവ് നത്തിങ് ടു റൈറ്റ്. എനിക്കൊന്നും എഴുതാനില്ല. ഐ ഹാവ് നത്തിങ് ടു സ്റ്റഡി. എനിക്ക് പഠിക്കാനൊന്നുമില്ല. ഐ ഹാവ് നത്തിങ് ടു ബൈ. എനിക്കൊന്നും വാങ്ങിക്കുവാനില്ല. ഐ ഹാവ് നത്തിങ് ടു സെൽ. എനിക്കൊന്നും വിൽക്കുവാനില്ല. അങ്ങനെയുള്ള വാക്കുകൾ, ഈ വെർബുകൾ മാറ്റി മാറ്റി നിങ്ങൾ പറയണം. ഇത് നിങ്ങൾ പറഞ്ഞ് സ്വയം പഠിക്കുകയോ അല്ലെ മറ്റുള്ളവരെ നമ്മളെ കഴിഞ്ഞും ഈ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ അല്പം കൂടി താഴെ നിൽക്കുന്നവരെ ഒന്ന് പറയുവാൻ സഹായിക്കുകയോ ചെയ്യുക. അതേപോലെ തന്നെ ഹി ഹാസ് നത്തിങ് മോർ ടു സേ. അവന് കൂടുതലൊന്നും പറയാനില്ല, കൂടുതലൊന്നും വായിക്കാനില്ല, കൂടുതലൊന്നും എഴുതുവാനില്ല, കൂടുതലൊന്നും പഠിക്കുവാനില്ല. അങ്ങനെ നമുക്ക് മാറ്റി മാറ്റി പറയാം. ഇത് കൂടുതലൊന്നും പറയുവാനില്ലെന്ന് പറഞ്ഞാലോ, പറഞ്ഞതൊക്കെയേ ഉള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. അതുപോലെ യു ഹാവ് നത്തിങ് ടു വറി. താങ്കൾ ബുദ്ധിമുട്ടേണ്ടതില്ലെന്ന്. താങ്കൾ ബുദ്ധിമുട്ടേണ്ടതില്ല എന്ന് നമ്മൾ ഒരാളോട് പറയുക, സാരമില്ലെന്നേ, താങ്കൾ അതിന് ബുദ്ധിമുട്ടേണ്ടതില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തിരിച്ച് ചോദിക്കാം. നിങ്ങളൊന്നും ബുദ്ധിമുട്ടേണ്ടതില്ല എന്ന് പറഞ്ഞാലോ നമ്മൾ അവരെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉടനെ തിരിച്ചു ചോദിക്കുക, ഇഫ് ഇറ്റ് ഈസ് സോ, അങ്ങനെയാണെങ്കിൽ വിൽ യു പ്ലീസ് ഹെൽപ്പ് മീ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കാമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ മറുപടി പറയാം? യെസ് ഓഫ് കോഴ്സ്. യെസ് ഓഫ് കോഴ്സ്, തീർച്ചയായും. കം ഐ ഷാൽ ഹെൽപ്പ് യു. വരൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. കം ഐ ഷാൽ ഹെൽപ്പ് യു. ഇങ്ങനെയുള്ള കുറേ സെന്റൻസുകൾ സ്വയം പഠിച്ച് സ്വയം പഠിപ്പിച്ച് അതുപോലെ മറ്റുള്ളവരെ പഠിക്കാനൊന്ന് സഹായിക്കുക. ഇങ്ങനെ സഹായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ സംസാര ഭാഷയുടെ ആ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്നത് മാത്രമല്ല, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക്, നമ്മുടെ കുട്ടികളാണെങ്കിലും വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുള്ളവരാണെങ്കിൽ അവർ ഈ വീട്ടമ്മമാർക്കാണെങ്കിൽ ഇത് പഠിച്ചതിന് ശേഷം പറഞ്ഞു കൊടുക്കാം. അതുപോലെ ഞാൻ നേരത്തെ മുതൽ പറയുന്നുണ്ട്, നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ സ്റ്റാൻഡേർഡോടുകൂടി കുട്ടികൾ പഠിച്ചു കയറി വരണമെങ്കിൽ നമ്മളും കൂടി ഒരല്പം ഇപ്പം വർക്ക് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള ഈ 2-3 സെന്റൻസ്, ഇതുപോലെയുള്ള സെന്റൻസുകൾ ഇനിയും നമുക്ക് പഠിക്കണം. പഠിച്ചിട്ട് ഇതുപോലെയുള്ള വെർബ് മാറ്റി പറയാൻ പഠിക്കണം. അങ്ങനെ പഠിച്ച് സ്വയം ഇംഗ്ലീഷ് പഠിക്കുന്നതിനോടൊപ്പം നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ കൂടി ശ്രമിക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഈ പഠിക്കുന്നതല്ലാതെ കൂടുതൽ സംസാരിക്കുവാൻ നമ്മളെ തന്നെ നമുക്ക് പഠിപ്പിക്കണം. അത് ഓക്കെ, പറഞ്ഞു മനസ്സിലായി എങ്ങനെയാണെന്ന്? അത് ആ സെന്റൻസുകൾ പഠിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞു നമുക്ക് ഒരല്പം കൂടി സ്റ്റാൻഡേർഡ് കൂടിയവർക്ക്, അതായത് ഏതാണ്ട് ഇതിനേക്കാളൊക്കെ ഇതൊക്കെ നമുക്കറിയാം, ഒരല്പം കൂടി ഇംഗ്ലീഷിൻ്റെ സ്റ്റാൻഡേർഡ് കൂടിയവർക്ക് വേണ്ടി
നമുക്ക് ഇടയ്ക്ക് ഓരോ ക്ലാസ്സുകൾ ഇടാം കേട്ടോ. അതായത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓക്കെ, അത് നമ്മൾ പഠിച്ച് അടുത്ത ക്ലാസ്സിൽ. പിന്നെ ഒരു കാര്യമുള്ളത് എന്നാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ SSLC ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ പരീക്ഷകൾ അടുത്തു വരികയാണ്. അങ്ങനെ അടുത്തു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ചിലരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്, കുറച്ച് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ സെക്ഷനിലേക്ക് വരുവാൻ സാധ്യതയുള്ള ഗ്രാമർ പാർട്ട് ഒരല്പം എടുത്തു കൊടുക്കാവോ എന്ന്. അത് തീർച്ചയായിട്ടും അടുത്ത ദിവസം മുതൽ, അടുത്ത നമ്മുടെ ക്ലാസ് മുതൽ കഴിഞ്ഞ് ഈ ക്ലാസ്സിന് ശേഷം ഇനി നമുക്ക് ആഴ്ചയിൽ 2 ക്ലാസ് ഇടുമ്പോൾ ഒരു ക്ലാസ് നമുക്ക് ഈ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കാം. അതായത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന അവർക്ക് ഈ പരീക്ഷയിൽ വരുവാൻ സാധ്യതയുള്ള, അതായത് എന്താണെന്ന് നമുക്ക് എല്ലാ വർഷവും ഏതാണ്ട് വന്നുകൊണ്ടിരിക്കുന്ന കുറേയെല്ലാം നമുക്കറിയാം. അതെന്നാന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ ടാഗ് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും അതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ ടാഗ് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അത് തിരിച്ച് മറിച്ച് നമ്മളെ കൺഫ്യൂഷനിലാക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ടാഗ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ്. പിന്നെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച്, നമ്മൾ ഒരാൾ സംസാരിച്ച കാര്യത്തെ വേറൊരാൾ പറയുക, അത് നമ്മൾ പറഞ്ഞതിനെ റിപ്പോർട്ട് ചെയ്ത് പറയുന്ന റിപ്പോർട്ടഡ് സ്പീച്ച് വരും. പിന്നെ വരുന്നതാണ് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. അങ്ങനെയുള്ള ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കാനും പാസീവ് വോയിസിനെ ആക്റ്റീവ് വോയിസ് ആക്കാനും. പിന്നെ നമുക്ക് വരുന്നതാണ് എന്താണ്, ഈ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൻ്റെ ഫൈൻഡ് ഔട്ട് ദി എറർ, മിസ്റ്റേക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തേച്ച് അതിനെ, അതായത് കൂടുതലും അതിന് ടെൻസിലായിരിക്കും വിഷയം വരുന്നത്. ആ ടെൻസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ മാർച്ച് വരെയുള്ള സമയങ്ങളിൽ നമുക്ക് എടുത്തു കൊടുക്കാം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നതോടൊപ്പം നമ്മുടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മക്കൾക്കും കൂടി ഈ നമ്മുടെ ആർഷ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിലേക്ക് ഹാർദവുമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ലെറ്റ്സ് സ്റ്റോപ്പ് ടുഡേയ്സ് ക്ലാസ്. Okay, goodbye till we meet again in the next class.